അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശാരിക ഒരു ശൈത്യം ഔട്ടാവുമെന്നാണ് ഞാൻ പറഞ്ഞത്. ശാരികയാണ് ഔട്ടായിരിക്കുന്നത്. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റഡ് ആയിരിക്കുന്നത് ശാരികയാണ്, പുറത്തായിരിക്കുന്നത്. അതുപോലെ തന്നെ കിച്ചൺ അലമ്പിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് സംസാരിച്ച് വിട്ടു പിന്നെ ലാലേട്ടൻ. അപ്പം ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നായിരുന്നു, ഇതൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. നമ്മുടെ രേണു സുധിയുടെ പേൻപുഴുപ്പ് വിഷയവുമായിട്ട് ഒന്നും സംസാരിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞത് അതുപോലെ തന്നെയാണ്, ഒന്നും സംസാരിച്ചില്ല. അപ്പോൾ ബാക്കി എന്തൊക്കെയാണ് ലാലേട്ടൻ പറഞ്ഞതെന്ന് നിങ്ങൾ കേട്ടാലും നമ്മൾക്ക് അതിൻ്റെ ഒന്ന് റിവ്യൂ കാണാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നിപ്പം ലാലേട്ടൻ വന്നിട്ട് ആദ്യം തന്നെ ഓണപ്പൂക്കളെ കുറിച്ച്, ഓണപ്പൂക്കള് ആർക്കൊക്കെ ഓണപ്പൂക്കൾ അറിയാം എന്നുള്ള കാര്യമാണ് ചോദിച്ചത്. അപ്പോൾ നെവിനോടാണ് ആദ്യം, നിവിനോടാണ് ആദ്യം ചോദിച്ചത്. അപ്പം നിവിൻ ഉണ്ടപ്പൂവ് എന്തോ, പിന്നെ എന്തോ പറയുന്നത്, എന്തോ താറാവ് പൂവ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അടുത്തത് സാധാരണഗതിയിൽ നമ്മൾ തൃശ്ശൂർക്കാർ, ഞാൻ എൻ്റെ ഫാദർ തൃശ്ശൂർക്കാരനാണ്, അമ്മയാണ് തിരുവിതാംകൂർ മലബാറുകാരനാണ് എൻ്റെ ഫാദർ. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പൂക്കളൊക്കെ ഭയങ്കര, ഓണം എന്ന് പറയുന്നത് ഓണത്തപ്പൻ, പിന്നെ അങ്ങനെയൊക്കെ ഭയങ്കര വാമനനൊക്കെ ഉണ്ടാക്കി, ഓണത്തപ്പനൊക്കെ ഉണ്ടാക്കി നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഭയങ്കര സംഭവമായിട്ട് തറവാടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഉണ്ടാക്കി, അത് ഭയങ്കര ഒരു, എന്നിട്ട് ഓരോ ദിവസം മൊത്തത്തിൻ്റെ 10 ദിവസം ഓരോന്നുണ്ടാക്കും, ഓരോരോ രൂപങ്ങൾ മൂലമൊക്കെ ആകുമ്പോൾ അത് ഭയങ്കര രസത്തിലാണ്. നമ്മളെ ചാണകം വെച്ചിട്ടാണ് അത് തറയിൽ മെഴുകി അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് ഭയങ്കര ഓണം എന്നൊക്കെ പറഞ്ഞാൽ 10 ദിവസം ഭയങ്കര സെലിബ്രേഷനാണ്. അപ്പം അത് തൃശ്ശൂർക്കാരനായ നമ്മുടെ അനീഷിനോടാണ് അത് ചോദിച്ചത്. അനീഷ് പിന്നെ എന്താ തുമ്പ, തെച്ചി, മന്ദാരം അങ്ങനെയൊക്കെയുള്ള പേരുകളൊക്കെ പറഞ്ഞു, അത്യാവശ്യം കുഴപ്പമില്ലാതെ പറഞ്ഞു. പിന്നീട് ചോദിച്ചത് ബിന്നിയോട് ചോദിച്ചു, എന്നിടയ്ക്ക് ബിന്നിയോട് ചോദിച്ചു. അപ്പം ബിന്നിക്കും അത്രയ്ക്കും കൂടെ അറിയില്ല. അപ്പം തെച്ചി, മന്ദാരം എന്നൊക്കെ ബിന്നിയും പറഞ്ഞു, ശംഖ്, പുഷ്പം ഇതൊക്കെ പറഞ്ഞു. അപ്പം ഈ 3 പേരോടാണ് പൂക്കളെ കുറിച്ച് ചോദിച്ചത്. എന്നിട്ട് പൂക്കളെ കുറിച്ച് നിങ്ങൾക്കൊരു പാട്ട് ഒരാൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അയാളും രമ്യ നമ്പീഷിൻ്റെ, പുള്ളിയുടെ പേര് ജിമ്മിയോ എന്തോ ഒരു പേര് പറഞ്ഞു, ഞാനത് പിടിയിട്ടില്ല, പറന്നുപോയി. അപ്പോൾ ആ പുള്ളിയുമായിട്ട് ഒരു ഓണത്തിനെ കുറിച്ച്, പൂക്കളത്തിനെ കുറിച്ചുള്ള ഒരു പാട്ട് അവർ കമ്പോസ് ചെയ്ത് ആ പാട്ടൊന്ന് കേൾപ്പിച്ചു. കുഴപ്പമില്ലായിരുന്നു. എല്ലാ പൂക്കളും വെച്ചിട്ട് അത്തപ്പൂക്കളത്തിൽ പൂക്കളൊക്കെ വെക്കുന്നതും ഒരു ചെറിയ ഒരു അത്യാവശ്യം വിഷ്വൽസ് നല്ല ഭംഗി, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ലാലേട്ടൻ ആദ്യമായിട്ട് ചോദിച്ചത്. പിന്നീട് കിച്ചനകത്തുള്ള കാര്യങ്ങളാണ്. കിച്ചനകത്തൊക്കെ ഭയങ്കര എന്താണ് പ്രശ്നങ്ങൾ കിച്ചനകത്തൊക്കെ? എപ്പോഴും വഴക്കാണോ? അനുമോൾ എപ്പോഴും കരണ്ട് കൊണ്ടാണോ കിച്ചണിൽ വർക്ക് ചെയ്യുന്നത്, കിച്ചണിൽ അടുക്കളപ്പണിയൊക്കെ ചെയ്യുന്നത്? അപ്പോൾ കണ്ണുനീരൊക്കെ വീഴും. അപ്പോൾ അനുമോൾ പറഞ്ഞാൽ മാക്സിമം ശ്രദ്ധിക്കും കണ്ണുനീര് അതിനകത്ത് വീഴാമെന്ന്. അനുമോളെ ഒരു വർത്താനങ്ങൾ. അപ്പോൾ അങ്ങനെ സംസാരിച്ചു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവിടെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്ന് പറഞ്ഞാൽ, പിന്നെ ഈ ഒരു അപ്പാനിയെയും ശൈത്യയും കൂടി എഴുന്നേപ്പിച്ചിട്ട് ചോദിച്ചു. ശൈത്യം അത് എഴുന്നേപ്പിച്ചിട്ടില്ല. അപ്പാനിയോട് ചോദിച്ചു, അനുമോൾ എന്തോ കാലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, കാലൊക്കെ തൊട്ടുപിടിച്ച് എന്താണ്? അപ്പാനിക്ക് എന്തെങ്കിലും കാൽ തൊട്ടുപിടിച്ചപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നോ, തളർച്ച വല്ലതും വന്നോ? അതിന് അനുമോളെ എഴുന്നേപ്പിച്ച് അനുമോളോട് ചോദിച്ചു, എന്തെങ്കിലും ഭൂതപ്രേത പിശാചുക്കളും വല്ലതും ഉണ്ടാ കിച്ചണിൽ? നമ്മളൊരു ടൈലിൽ അതൊരു നമ്മൾ പിന്നീടാണ് അന്വേഷിച്ചപ്പോഴാണ് അങ്ങനെ ഒരു ഗോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞ്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പിന്നെ ലാലേട്ടൻ ഇവരെ കളിയാക്കി ഇങ്ങനെ സംസാരിച്ചു. അപ്പോഴാണ് അനുമോൾ അറിയുന്നത്. ഇപ്പൊ എന്താണ് സംഭവം? ശൈത്യ പറഞ്ഞു അനുമോൾക്ക് എന്തോ ഒരു അദൃശ്യ ശക്തി എന്തോ ഉണ്ട് എന്ന്. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ ആഴ്ചയിൽ അവൾക്ക് അത് ഫീൽ ചെയ്തു. അവർക്കത് എന്തോ എന്നടേ ഇത് ഹാലൂസിനേഷൻ, അയ്യോ ഇവരൊക്കെ അവിടെ നിന്നിട്ട് മെന്റലി ഇവരൊക്കെ പോയോ? അതാണ് എനിക്ക് ഇവരുടെയൊക്കെ കിളി പോയോ, എനിക്കതാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതോ ഇവരൊക്കെ LLB പഠിച്ചില്ലേ? കൊച്ചു LLB എങ്കിലും +2 കഴിഞ്ഞ് 5 വർഷം LLB പഠിച്ചിട്ട് വന്നതാണ്. അപ്പം LLB പഠിച്ചിട്ട് അത് 1-2 വർഷം കൊണ്ടായെന്ന് തോന്നുന്നു വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു പറഞ്ഞു. അപ്പം എന്നിട്ട് പോലും ഈ കാര്യങ്ങളൊക്കെ ഒരു ഇത്രയും വലിയ റിയാലിറ്റി ഷോയിലൊക്കെ ഇരുന്ന് പറയാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കരമായിട്ട് മോശം. അപ്പോൾ എന്തായാലും അനുമോൾക്ക് എന്തോ ശക്തി അങ്ങനെ ഏതോ ഉണ്ടെന്ന് അപ്പാനിയോട് പറഞ്ഞു. കാല് തൊട്ടതിന് ശേഷം അപ്പാനിക്കൊക്കെ ഭയങ്കര തളർച്ച. അല്ലെങ്കിൽ പിന്നെ അപ്പാനിക്ക് ആരെങ്കിലുമൊക്കെ കൂട്ട് വേണമല്ലോ ഇതിനൊക്കെ ആരെങ്കിലും കുറിച്ച് പറയാം. പ്രത്യേകിച്ച് അനുമോൾ അത്ര വലിയ താല്പര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചു. അപ്പോൾ അതിനുശേഷം തന്നെ ഇപ്പം ലാലേട്ടൻ പോയി കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം തന്നെ അപ്പാനി ശൈത്യയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ശൈത്യ ഞാൻ നിന്നെ സേവ് ചെയ്താണ്. അപ്പോൾ ശൈത്യയാണ് പറഞ്ഞത്. അപ്പോൾ അത് ഫസ്റ്റ് വീക്ക് എനിക്ക് തോന്നിയത് ഈ ശൈത്യ പിന്നെ അനുമോളെ കൂടെ നടന്നിട്ട് ഇത് പറയാന്ന് പറഞ്ഞാൽ വളരെ മോശം. കാരണം അനുമോള് ശൈത്യമായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു. ആ ഒരു സ്നേഹം കൂടിയതിൻ്റെ അല്ലെങ്കിൽ ആ സ്നേഹത്തിൻ്റെ പേരിലാണ് ശൈത്യ കഴിഞ്ഞ വീക്കിൽ അവിടെ തന്നെ നിൽക്കേണ്ടത്. അത് ശൈത്യക്ക് മനസ്സിലാവാതെ പോയി. പ്രേക്ഷകർക്ക് അറിയാലോ അനുമോളുടെ ഒറ്റ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിലാണ് ശൈത്യ അവിടെ നിന്നത്. അല്ലെങ്കിൽ ശൈത്യ
ശൈത്യ കഴിഞ്ഞ ആഴ്ച ഔട്ടായി പോകേണ്ടതായിരുന്നു. ഈ ആഴ്ച യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ശാരികയായിരുന്നു അവിടെ നിൽക്കേണ്ടത്. എന്തുകൊണ്ടാണ് ശാരിക പോയെന്ന് വെച്ചാൽ രേണു സുധിയായിട്ടുള്ള കൂട്ടുകെട്ടാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം രേണു ഒരു പണിയും ചെയ്യാതെ എല്ലാ ദിവസവും പേയ്മെന്റ് ആണ്. അല്ല ഇവരൊക്കെ ബിഗ് ബോസ് അങ്ങോട്ട് കൊണ്ടുവന്ന് ജോലിക്ക് കൊണ്ടുപോയിരിക്കുന്ന ആൾക്കാണ്. ഓരോ ദിവസവും പേയ്മെന്റ് കൊടുത്ത് നിർത്തിയിരിക്കണം. അപ്പൊ ഇവരെന്തെങ്കിലും ജോലി ചെയ്യണ്ടേ? അപ്പൊ ഒരു പണിയും ചെയ്യാതെ എങ്ങനെയെങ്കിലുമൊക്കെ മട്ടിൽ ഇനി 50 ലക്ഷത്തിന് കപ്പ് വാങ്ങിച്ചു പോരാനിരിക്കുന്ന രേണു സുധിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ ശാരിക എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെടുത്ത് പുറത്ത് കളഞ്ഞാണ്. അല്ലെങ്കിൽ ശാരിക അവിടെ നിന്ന് പോയിന്. രേണുസുതി നോമിനേഷനിൽ വന്നതുമില്ല. ഈ ഹൗസ് മേറ്റ്സ് ആരും രേണുസുതിയെ എന്തോ ഒരു വിക്ടിം കാർഡ് ആ കാർഡൊക്കെ വിറക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും നോമിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് അതിന്റെ ഗുട്ടൻസ് പിടിയിട്ടുന്നില്ല. ഈ ആഴ്ച കഴിഞ്ഞ് അങ്ങനെ തന്നെ ഇരുന്ന വീണ്ടും പിന്നെ കുറച്ച് നന്നായിട്ട് കളിക്കുന്ന ആൾക്കാർക്ക് ശാരീരികമൊക്കെ നല്ലതായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ആൾക്കാരായിരുന്നു. അപ്പം ഒരു ഡിബേറ്റ് ആയാലും ഒരു വഴക്കായാലും ഒരു കാര്യങ്ങളായാലും ചെയ്യാൻ വഴക്ക് ഇടുക എന്നുള്ളതല്ല, ഡിബേറ്റ് ആയാലും പോയിന്റ് ഔട്ട് ചെയ്ത് കാര്യങ്ങൾ പറയാനായാലും ഒരു നല്ല കണ്ടസ്റ്റന്റ് ആയിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യമെങ്കിലും രേണുസുതിയെ ഇവർ പിന്നെ നോമിനേഷനിൽ കൊണ്ടുവരണം. കഴിഞ്ഞ പ്രാവശ്യം സരികയാണ് കൊണ്ടുപോകുന്നത്. ഒരു ഓട്ടേ കിട്ടുള്ളൂ. രണ്ടാമതൊരു ഓട്ടും കൂടി കിട്ടിയായിരുന്നെങ്കിൽ എവിക്ഷൻ വന്നേനെ. ഈ രണ്ടുപേരും സരികയും രേണു സുധിയും പുറത്തു പോയേനെ, ശാരിക അവിടെ നിന്നേനെ. അപ്പം അതാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് മോഷണത്തിന്റെ കാര്യമാണ്. ജിസേലിന്റെ കാപ്പിപ്പൊടി കള്ളി എന്ന് വിളിക്കുന്ന കാര്യവും ജിസേല് എടുത്ത് മാറ്റിയ കാര്യം അതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പൊ പറഞ്ഞു ഇവിടെ 2 പേരുണ്ടല്ലോ, ഒരാൾ ചാപ്പിപ്പൊടി കള്ളി, ഒരാൾ ചപ്പാത്തി കള്ളി. പക്ഷെ ലാലേട്ടൻ പറയായിരുന്നു ചപ്പാത്തി അങ്ങനെ മോഷ്ടിച്ചിട്ടില്ലല്ലോ. അപ്പൊ അത് വീണ്ടും അതൊന്ന് പറയാമായിരുന്നു, കാരണം നമുക്ക് അതൊരു സമാധാനമായേനെ. പക്ഷെ 2 കള്ളികൾ എന്നുള്ള രീതിയിലാണ് ലാലേട്ടൻ പറഞ്ഞത്. അതെനിക്ക് അങ്ങോട്ട് അത്രയ്ക്കൊരു ഇഷ്ടമായി തോന്നിയില്ല. അത് അനുമോളെ പറഞ്ഞത് കൊണ്ടല്ല, ചിലപ്പോൾ നിങ്ങൾ അനുമോളെ സപ്പോർട്ട് ചെയ്യാതല്ല, അല്ലെങ്കിൽ അനുമോളെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ വിചാരിക്കുമ്പോൾ അനുമോളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കും ഇവർ പറയുന്നത്. അങ്ങനെയല്ല, അവളെ കട്ടിട്ടില്ല. കട്ടുക്കാത്ത ഒരാളിനെ അങ്ങനെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു വികാരം ഉണ്ടല്ലോ. അപ്പോൾ അത് അങ്ങനെ മോശമായിട്ട് പറയുമ്പോൾ ലാലേട്ടൻ പറയണമായിരുന്നു അനുമോൾ അതിന് ചപ്പാത്തി കട്ടിട്ടില്ലല്ലോ, ജിസേല് പിന്നെ കാപ്പിപ്പൊടി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ജിസേലിനെ വിളിച്ചത്. അപ്പം എന്തായാലും മാറ്റി വെച്ചവരെയൊക്കെ നിങ്ങൾ വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് അവർ ഇത് പോവാമായിരുന്നു. ഇതെൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് കേട്ടോ. പിന്നീട് ജയിലിലെ കാര്യം ഒനിയലും നമ്മുടെ ജിസേലും കൂടി ആയിരുന്നു പോയത്. അപ്പം ജയിലിലെ കാര്യങ്ങൾ സംസാരിച്ചു. അതിനിടയ്ക്ക് ഇവരെ കുറിച്ചിട്ട് നമ്മുടെ നിവിനും അക്ബറിനും ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഞാനത് പല റിവ്യൂവിൽ പറയാൻ മറന്നുപോയി കേട്ടോ. ഒരു ടാസ്ക് രഹസ്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹൗസ് മേറ്റ്സ് അറിയാതെയാണ് കൊടുത്തത്. ഇവരൊന്നും അറിയാതെ പ്രാക്ടീസ് ചെയ്യണം, എഴുതണം, പാട്ട് എഴുതണം. വളരെ കോമഡി രൂപത്തിലും ആൾക്കാർക്ക് രസിക്കുന്ന രീതിയിൽ കോമഡി രൂപത്തിൽ എല്ലാവരെയും കുറിച്ച് മെൻഷൻ ചെയ്യണമെന്നാണ് അവരുടെ ഒരു കാരിക്കേച്ചർ. അപ്പോൾ അതേ കണക്ക് അവർ പാട്ട് എഴുതി. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഇതേ കണക്കുള്ള എന്റർടൈൻമെന്റ് ചെയ്താൽ എന്ത് രസമായിരിക്കും അല്ലേ ബിഗ് ബോസ്. ചുമ്മാ അത് അടിയും വഴക്കൂടാതെ ഇവർക്ക് ഇതിനൊക്കെ പാട്ട് സ്വന്തമായിട്ടൊരു 4 വരിയെങ്കിലും ഓരോരുത്തരെ കുറിച്ച് ഇത് ഇപ്പൊ ഇത്ര എഴുതി വെച്ചില്ലേ, അതുപോലെ 4 വരി ഓരോരുത്തരെ കുറിച്ച് ഉണ്ടാക്കി പാടാം. പിന്നെ അതുപോലെ തന്നെ സ്കിറ്റ് ചെയ്യാം, എന്തൊക്കെ ഇവർക്ക് ചെയ്യാം. സോറി. അപ്പം ഇവർക്ക് ആ ഒരു നമ്മളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം. അല്ലാതെ വഴക്കിടുകയും അടിയും നമുക്ക് ഇത് സത്യം പറഞ്ഞാൽ ലൈവ് പോലും കാണാൻ നമുക്ക് ഇഷ്ടമല്ല. പിന്നെ നമ്മൾ ഈ റിവ്യൂ പറയണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യം കൊണ്ടാണ് നമ്മളൊരു ചാനലിനകത്ത് റിവ്യൂ പറഞ്ഞു തുടങ്ങിയല്ലോ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ലൈവ് കാണുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ ലൈവ് കാണാനേ ഇഷ്ടമല്ല കേട്ടോ. ഉള്ളത് പറയല്ലോ, അടിയും വിഴി. എനിക്കാണ് ഈ അടിയും വിടിയും നെഗറ്റീവ് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എപ്പോഴും പോസിറ്റീവാണ് ഇഷ്ടം. കാരണം നമ്മളൊക്കെ ഒരുപാട് നെഗറ്റീവ് കണ്ട് തല പെരുത്തു പോയ ആൾക്കാരാണ്. പിന്നെ ജയിലിന്റെ കാര്യം പറഞ്ഞ ജയില് ഒണിയലും ജിസേലും ആണല്ലോ പോയത്. അപ്പം ജയിലിൽ ഭയങ്കര ടഫായിട്ടുള്ള ടാസ്ക് ആയിരുന്നു എന്ന് പറഞ്ഞു. ഇനി അടുത്ത ആഴ്ചകളിൽ ഇതിനേക്കാൾ വലിയ ടഫായിരിക്കും വരുന്നത് എന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞു. ഇനി ഇതിനേക്കാൾ നിങ്ങൾ ഭയങ്കര ഒരു ടാസ്ക് ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. എന്തായാലും അത് ജയിലിൽ പോകാൻ ആഗ്രഹമുള്ളവരെല്ലാം റെഡി ആയിട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ അങ്ങനെ കളിയാക്കുന്നുണ്ടായിരുന്നു. പിന്നീട് എന്താണ് പിന്നെ അടുത്തതാണ് നോട്ടം ശരിയല്ല. ലാലേട്ടൻ്റെ ഒരു പ്രൊമോ വന്നല്ലോ, അതിനെ കുറിച്ചിട്ട് ലാലേട്ടൻ പറഞ്ഞ കാര്യം ഷാനവാസാണ്. അപ്പോൾ നോട്ടം ശരിയല്ലേ ജിസേലെന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചാൽ ആരുടെ നോട്ടം? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആരുടെ പറഞ്ഞ ജിസേലിനോടുള്ള എൻ്റെ നോട്ടോ. അപ്പോൾ പറഞ്ഞല്ല, ജിസേലിനെ ആരെങ്കിലും നോക്കുന്നതിൻ്റെ നോട്ടം ശരിയല്ല എന്ന് ജിസേലിന് തോന്നിയ. അപ്പോഴത്തേക്ക് ഷാനവാസിനെ പിടികിട്ടി. എൻ്റെ ദൈവമേ ലാലേട്ടൻ എന്നെ പിടിച്ചേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാവത്തിൽ ഇങ്ങനൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ലാലേട്ടൻ പറഞ്ഞു ഷാനവാസ്. ഷാനവാസ് എന്നിട്ട് ഇതിൻ്റെ രക്തമൊക്കെ വാർന്ന് ഇങ്ങനെ പോയവർക്ക് എന്ത് ചെയ്യൂ ഇനി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്നറിയാം ഷാനവാസ്. അക്ബർ എന്ന പേര് പറഞ്ഞതും അക്ബറിൻ്റെ ഒരു ഞെട്ടലുണ്ടല്ലോ, അത് 1.5 ഞെട്ടലാണ്. കാരണം അക്ബർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അക്ബറിൻ്റെ പേര് നോട്ടം ശരിയല്ല എന്നുള്ള അക്ബറിൻ്റെ പേരാ പറയാൻ പോകുന്നത്. എൻ്റെ ദൈവമേ, എൻ്റെ പൊന്നു ഷാനവാസെ, നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരു മനുഷ്യനല്ലേ നിങ്ങൾ ഇത്രയും പ്രേക്ഷക പ്രീതി പിടിച്ചു പറ്റിയ വേറൊരാൾ അതിനകത്തില്ല. നിങ്ങളും അനുമോളുമാണ്. പിന്നെ സത്യം പറഞ്ഞ
അനീഷിനെയൊക്കെ ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന അനീഷിൻ്റെയൊക്കെ ഏറ്റവും നല്ല ഗെയിം ആയതുകൊണ്ടാണ്. നിങ്ങളെപ്പോലെ ഇത്രയും ജനപ്രീതിയുള്ള രണ്ടാൾക്കാർ അതിനകത്തേക്ക് പോയിട്ട് നിങ്ങളൊക്കെ നന്നായിട്ട് കളിച്ചാൽ നിങ്ങൾ മുന്നിലേക്ക് വരില്ലേ? പിന്നെ ഈ കളിക്കാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വല്ലവരുടെയും കുടുംബം തകർക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുന്ന എന്തിനാ? ആരെങ്കിലും നോക്കട്ടെ. ഈ നോട്ടം കിട്ടിയവർക്ക് പരാതി ഇല്ലെങ്കിൽ നിങ്ങളെന്തിനാ ഈ ആവശ്യമില്ലാതെ ഏഷ്യനെ കൂട്ടി ഇങ്ങനെ വഴക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഷാനവാസ് നല്ലൊരു കളിക്കാരനാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റും കൂടിയാണ്. സീരിയൽ ആയാലും ശരി, അയാളെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ്, പ്രത്യേകിച്ചും കുടുംബ പ്രേക്ഷകർക്കും. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ എന്തായാലും അതവിടെ വലിയ പ്രശ്നമൊന്നും അല്ല ലാലേട്ടൻ, ഞാനത് നേരത്തെ പറഞ്ഞ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് എന്തായാലും മെഴുകി എന്തായാലും രക്ഷപ്പെട്ടു. പിന്നെ രഹസ്യ ടാസ്കിൻ്റെ കാര്യങ്ങൾ പിന്നെ പറഞ്ഞു. പിന്നെ അതിനുശേഷം എന്താണ് നമ്മൾ കിരീടമോ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഓരോരുത്തരെയും ഒരു ബോർഡ് കൊണ്ടുവന്നതിന് ശേഷം എല്ലാവരുടെയും കോളം ഉണ്ട്. അതിനകത്ത് എന്താ പറയണേ, കാലുമാറ്റക്കാരൻ, വിശ്വസിക്കാൻ പാടില്ലാത്തവൻ, പിന്നെ നല്ല ഗെയിമർ, പിന്നെ അതുപോലെ തന്നെ അങ്ങനെ 4 പേർക്കായിരുന്നു തോന്നുന്നു. കാലുമാറ്റക്കാരൻ, വിശ്വസിക്കാൻ പാടില്ലാത്തവൻ, ഗെയിമർ, പിന്നെ എന്തുവായിരുന്നു നിങ്ങൾ ഓർക്കും, ഞാനത് ഒരാളും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ 4 പേരായിരുന്നു. കാലുമാറ്റക്കാരൻ, എന്നെ വിശ്വസിക്കരുത്, അനിമോൾക്ക് കിട്ടി, ഗെയിമർ അനീഷിന് കിട്ടി, പിന്നെ അപ്പാനിക്ക് എന്തുവായിരുന്നു കിട്ടിയത്? അപ്പാനിക്ക് ഒരെണ്ണം കിട്ടി. ഇനി അപ്പാനിനെ കാണുമ്പോൾ അപ്പാനിക്കും കിട്ടി. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, നമ്മുടെ ആരിന് കിട്ടി. പിന്നെ അതുപോലെ അതിലാ നൂറാക്ക് കിട്ടിയത് വിശ്വസിക്കരുത്. അത് അതിലേക്ക് നൂറയ്ക്ക് കിട്ടിയതല്ല, ഷാരിക പോയപ്പോൾ ഷാരിക അങ്ങോട്ട് വെച്ചു കൊടുത്തു. അങ്ങനെ ഇവരെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ഇങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം വെച്ചിട്ട് ഇവര് പിന്നെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ഞാൻ ടിക്ക് ചെയ്യണം. അപ്പോൾ ഏറ്റവും നല്ല ഗെയിമർ എന്നുള്ളത് എന്തായാലും ഹൗസ് മേറ്റ്സും അംഗീകരിച്ചു കഴിഞ്ഞു. നമ്മുടെ അനീഷ് തന്നെയാണ് ഏറ്റവും നല്ല ഗെയിമർ എന്നുള്ളത്. അതെനിക്ക് സന്തോഷമായിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷാണ് ഏറ്റവും നല്ല ഗെയിമർ. ഇനിയും കണ്ടിന്യൂ ചെയ്ത് നന്നായിട്ട് കളിച്ചു പോട്ടെ. ഈ തലേന്ന് ഈ തൊപ്പി ഇനി ബിഗ് ബോസ് പോകുന്നവരെ ഈ കിരീടം ഊരാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനീഷ് ഇപ്പോൾ അവിടെ ഊരുന്ന്. അപ്പം നമ്മളിവിടെ ഇരുന്നിട്ട് അനീഷ് ഊരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അനീഷിന് തോന്നൽ വേണ്ടേ? അപ്പൊ ബിഗ് ബോസ് എപ്പോൾ പറയുന്നോ അപ്പോഴേ ദൂരാൻ പാടുള്ളൂ. അതുവരെ വെച്ചേക്കണം. പിന്നെ ബാത്റൂമിൽ പോകുമ്പോൾ ഊരി വെക്കാം. ഉറങ്ങുമ്പം ഊരി പോയാൽ അവിടെ ഊരുക. ടാസ്ക് ചെയ്യുമ്പോൾ മാറ്റി വെക്കാൻ തോന്നുന്നു. എന്തായാലും ലാലേട്ടൻ പറഞ്ഞിട്ടില്ല. ലാലേട്ടൻ അത് ബിഗ് ബോസിനോട് ഇവർ തന്നെ കൺഫേം ചെയ്യണം എങ്ങനെയൊക്കെയാണ് ഇതെന്ന്. അപ്പം എന്തായാലും ഇവർക്കൊക്കെ എങ്ങനെയാണ് ഒരു തൊപ്പി, എല്ലാവർക്കും ഒരു ഹെൽമെറ്റ് പോലൊരു സാധനമാണ് കൊടുത്തിരിക്കുന്നത്. അത് തലയിൽ വെച്ചുകൊണ്ടാണ് ഇനി നടക്കുന്നത്. ആകെപ്പാട് നല്ല ഡ്രസ്സ് ഇല്ല, മര്യാദയ്ക്ക് കുളിക്കാൻ പറ്റുന്നില്ല. അയ്യോ എൻ്റെ ദൈവമേ, ഇത്രയും ദാരിദ്ര്യം പിടിച്ച ഒരു ബിഗ് ബോസ് ഷോ ഈ നൂറ്റാണ്ടിലുണ്ടായിട്ടില്ല. ഇനി ബിഗ് ബോസിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ പോലും ഇനി ബിഗ് ബോസിലേക്ക് പോകാൻ പിന്നെ റെഡി ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിഗ് ബോസ് മിക്കവാറും ഇനി ആരും പോകില്ല. കാരണം ഇത്രമാത്രം ഡ്രസ്സൊന്നും ഇല്ലാതെ നമുക്ക് നെസസറി ആയിട്ടുള്ള വളരെ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ പോലും നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ നെയിൽ കട്ടർ കൊടുക്കുന്നില്ല, ഷേവിങ് സെറ്റ് കൊടുക്കുന്നില്ല, ട്രിമ്മർ കൊടുക്കുന്നില്ല. അതൊക്കെ ഭയങ്കര മോശമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നെസസറി നീഡ്സ് ആണ് അതൊക്കെ. നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്. അപ്പം അത് ഫുഡ് ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡ്രസ്സ് നമുക്ക് അടിവസ്ത്രങ്ങൾ വേണം. അങ്ങനെയൊക്കെയുള്ളത് നമുക്ക് മാറി ഇടേണ്ടി. കിട്ടുന്നത് 2 വെച്ച് കഴുകിയിട്ടപ്പോൾ ഉണങ്ങിയില്ല എന്ത് ചെയ്യും? നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും പുരുഷന്മാർക്കും അതെ, സ്ത്രീകൾക്കും അതെ. കാരണം അവിടെ പുരുഷനും സ്ത്രീയും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും സ്ത്രീകൾക്ക് കുറച്ചും കൂടി മുകളിലും താഴെ ഒക്കെ വേണ്ടി അണ്ടർ ഗാർമെന്റ്സ്. അപ്പോൾ അത് വളരെ മോശമാണ്. എനിക്കൊന്ന് ബിഗ് ബോസിന് ഇനി പോകാൻ ആഗ്രഹിക്കുന്നവർ പോലും ഇനി ബിഗ് ബോസ് വേണ്ട, ഇനി നമുക്ക് പട്ടിണി കിടന്നാലും വേണ്ടില്ല, അല്ലെ എങ്ങനെയെങ്കിലും ജീവിക്കാമെന്ന് വിചാരിക്കും. കുറച്ച് കാശിന് വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും പോണേ. കുറച്ച് കാശ് കിട്ടും. കാശുള്ളവർ കുറച്ചുകൂടി ഫെയിം. കാശുള്ളവർക്ക് ഏതെല്ലാം രീതി ഫെയിം ആവാം. സിനിമ പിടിക്കാം, ആൽബം ചെയ്യാം, സീരിയൽ ചെയ്യാം, അതുപോലെ തന്നെ ഷോർട്ട് ഫിലിം ചെയ്യാം. അങ്ങനെയൊക്കെ പ്രസിദ്ധിയാവാവുന്നേ ഉള്ളൂ. അല്ലാണ്ട് ബിഗ് ബോസിൽ പോയി ഇങ്ങനെ കിടന്നിട്ട് കഷ്ടപ്പെട്ടിട്ട് ഇനിയിപ്പോൾ കാശ് ഉണ്ടാക്കേണ്ടതല്ല. പിന്നെ കാശ് കുറച്ചൊക്കെ അത്യാവശ്യം ജീവിച്ചു പോകുന്ന ആൾക്കാർ വരിക്കും ഒന്നും കൂടി ഫെയിം ആവാന്ന് അറിയാത്ത കോമണേഴ്സ് വിചാരിക്കും. ഇപ്പോൾ അനീഷിനെ പോലുള്ള ആൾക്കാരെ എല്ലാവരും അറിഞ്ഞു. അപ്പോൾ അത് കോമണേഴ്സാണ്. കോമണേഴ്സ് അസികയിൽ 10 പേർ അറിയാൻ വേണ്ടിയിട്ട് ഫെയിമിന് വേണ്ടിയിട്ട് പോകാം. അപ്പം ഇത്രയൊക്കെയായിരുന്നു. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ ഗൈസ്? അപ്പം ഇതിൽ നിന്ന് ഞാൻ ഇനിയിപ്പോൾ എൻ്റെ ആയിട്ടുള്ളൊരു കാര്യങ്ങൾ പറയാം. എന്തായാലും ലാലേട്ടൻ അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞാൽ, എന്നിട്ട് ലാലേട്ടൻ രേണുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, രേണു പോയിട്ട് അവിടുന്ന് പോയിട്ട് എടുക്കാൻ പറഞ്ഞു. ഏതൊരു ടാസ്കിൻ്റെ സംഭവങ്ങൾ എടുത്തിട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് ലാലേട്ടൻ ഒരു വാക്കുകൂടി പറഞ്ഞു, ദേഹമൊക്കെ ഒന്ന് അനങ്ങട്ടെന്ന്. എന്തായാലും ലാലേട്ടൻ തന്നെ പറഞ്ഞു, ഒരു പണിയും ചെയ്യാതെ വെറുതെ പേയ്മെന്റ് വാങ്ങിച്ചവിടെ വെറുതെ കുത്തിയിരിക്കുകയാണ്. എന്തിനാ ഈ കൊച്ചു അവിടെ പോയത്? എനിക്ക് മനസ്സിലാവാതെ. എന്തിനാ ഇത് ഇവിടെ കിടന്ന് ഈ തുള്ളി ചാടിയപ്പോൾ ഇവിടെ തന്നെ യൂട്യൂബേഴ്സിനെല്ലാം കണ്ടന്റ് കൊടുത്തോണ്ടിരുന്നത്. അവിടെ ചെന്നപ്പോൾ ഒന്നുമില്ല. എല്ലാവരും വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ അവിടെ കാണിക്കും, നെഗറ്റീവോ പോസിറ്റീവോ എന്തെങ്കിലും ഒരു കണ്ടന്റുകൾ കിട്ടുമെന്ന്. ഒന്നുമില്ല. വെറുതെ അവിടെ ഇരുന്ന് കഴിക്കുക, ഉറങ്ങുക, വയ്യാന്ന് പറയുക, വീട്ടിൽ പോകണം എന്ന് പറയുക. ഇതിനൊക്കെ എന്തിനാണ് അവിടെ കൊണ്ട് വിരുത്തിരിക്കുന്ന അറിയത്തില്ല. ഇവിടെ എത്രയോ ആൾക്കാർ ഇന്റർവ്യൂവിന് സാധാരണക്കാർ, കോമണേഴ്സ് ആയാലും ആർട്ടിസ്റ്റുകളായാലും പോകാൻ ആഗ്രഹമുള്ള ഒരുപാട്
ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരെ ഒന്നും വിടാതെ ഇതിനെയൊക്കെ എന്തിനാ ഈ ഫെയിം യൂട്യൂബേഴ്സ് നെഗറ്റീവായാലും പോസിറ്റീവായാലും യൂട്യൂബേഴ്സ് എടുത്ത് പൊക്കി പിടിച്ചത് കൊണ്ട് മാത്രമാണ് രേണു സുധിയൊക്കെ അവിടെ എത്തിയത്. എന്തായാലും വല്ലപ്പോഴും ആര്യനോട് പറഞ്ഞ് നീ കുളിക്കാൻ ഇത് മൂരണം വെച്ചാൽ പറയാം, നീ അതിന് കുളിക്കുമോ, ആര് കുളിക്കുമെന്ന് ചോദിച്ചാൽ കുളിക്കുമോ? അതിപ്പോൾ കുളിക്കാത്ത എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ്. ലാലേട്ടൻ ഇങ്ങനെ ഓരോരുത്തരും ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് എപ്പിസോഡിൽ നടന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഷാരികയാണ് ഔട്ടായിരിക്കുന്നത്. ഷാരിക ഔട്ടായി. ഷാരിക പോയപ്പോൾ പറഞ്ഞ് രേണുവിനോട് പറഞ്ഞ് അടുത്ത ആഴ്ച നീ ഇങ്ങ് പോരാൻ പറഞ്ഞു. അതുകൂടെ പറഞ്ഞിട്ട് പോയി. അപ്പോൾ രേണുവിനോട് ഷാരിക അടുത്ത ആഴ്ച ഇങ്ങ് പോരാൻ പറഞ്ഞിട്ടാണ് പോയേക്കുന്നത്. അപ്പോൾ നോക്കാം, നമുക്ക് അടുത്ത ആഴ്ച പിന്നെ നോമിനേഷനിലൊക്കെ രേണുവിനെ ഇടുമോന്നൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും രേണുവിനെ ഇടുവാണെങ്കിൽ രേണു പുറത്തു പോകുമെന്ന് അറിയത്തില്ല. രേണു ഒരുപാട് PR വർക്കേഴ്സ് ഉണ്ടായതുകൊണ്ട് എൻ്റെ ഒരു കണക്കൂട്ടലിൽ ഒരു 50 ദിവസത്തിനടുത്ത് വരെ നിൽക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. കാരണം PR വർക്കേഴ്സ് ഇവിടെ കാര്യമായിട്ട് ഇന്നിപ്പം നടന്നു പോകുന്നതും സ്റ്റോർ റൂമിൽ നിന്ന് ആ സാധനം എടുത്തുകൊണ്ട് വരുന്നതും ബൂസ്റ്റ് ചെയ്ത് അങ്ങോട്ട് ഇടും. അയ്യോ രേണുവിനെ എന്തായാലും രേണു സുധി എന്നൊന്നും ലാലേട്ടൻ വിളിക്കുന്നില്ല. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവും. ഒരിക്കൽ പോലും ലാലേട്ടൻ രേണു സുധി എന്ന് പറയും. സുധി എന്ന് പറയുന്ന മരിച്ചുപോയ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ലാലേട്ടൻ ഒരു വാക്കും ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം ആ പേര് അവിടെ ഉച്ചരിക്കാൻ പോലും ലാലേട്ടൻ അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ആ പേര് പറയാത്തത്. അപ്പം അതുകൊണ്ട് തന്നെ രേണു എന്നാണ് പറയുന്നത്. രേണു അതേപോലെ തന്നെ എഴുതിയിരിക്കുന്ന രേണു എന്നാണല്ലോ. ഒന്നാമത്തെ കാര്യം ഈ പേര് ഒറിജിനൽ അല്ല, ഒഫീഷ്യൽ നെയിമല്ലേ കൊടുക്കേണ്ട, ഒഫീഷ്യൽ നെയിമല്ല. പിന്നെ അറിയപ്പെടുന്ന പേര് നിക് നെയിം ഇത് അറിയപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തോ ആവട്ടെ, എന്തായാലും എല്ലാവരും വീണ്ടും നന്നായിട്ട് കളിക്കട്ടെ. അപ്പോൾ എന്തായാലും ശൈത്യ അനിമോളെ കുറിച്ച് പറഞ്ഞത് എനിക്ക് അങ്ങോട്ട് അത്ര പിടിച്ചില്ല. കാരണം ഒരാൾക്ക് ഗോസ്റ്റിൻ്റെ അല്ലെങ്കിൽ പ്രേതത്തിൻ്റെ ബാധയൊക്കെ ഉണ്ട് എന്ന് പറയുന്നതൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് ഇനി അത് പ്രേക്ഷകർ എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും അത് മോശമായി പോയി. ഇനി ശൈത്യയും അനുമോളും തമ്മിൽ എന്തായിരിക്കും, സംസാരിക്കുവോ, ഇനി അനുമോൾക്ക് അത് വിഷമായോ, അനുമോൾ മിണ്ടാതിരിക്കുവോ, അതോ ശൈത്യ എന്ന് ഡി നീ അങ്ങനെ പറഞ്ഞല്ല ന്യായീകരിക്കാൻ ശ്രമിക്കുവോ, ഡി നിനക്ക് അങ്ങനെ തോന്നിയെങ്കിൽ നീ അങ്ങ് ക്ഷമിച്ചേക്കാൻ പറയുമോ, ഇതൊക്കെ നമുക്കിനി ലൈവിൽ കാണാൻ പറ്റും. എന്തൊക്കെയാണെന്നൊക്കെ അറിയാം. എന്തായാലും അത് മോശമായി പോയി എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും രണ്ടുപേരും കൂടി ഈ ആഴ്ച നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 നിന്ന് 3ാമത്തെ ആഴ്ച എവിക്റ്റ് ആയിരിക്കുകയാണ്. കലാഭവൻ സരിക ആൻഡ് ഷാരിക. അപ്പോൾ രണ്ടുപേരും കൂടി ഔട്ടായിരിക്കുകയാണ്. ഇനിയിപ്പോൾ വൈൽഡ് കാർഡ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ലാലേട്ടൻ ഒരു കാര്യം കൂടി പറഞ്ഞു, ഒരു സ്വേച്ഛാധിപതി അടുത്ത ആഴ്ച വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അത് ആരായിരിക്കും ആ സ്വേച്ഛാധിപതി? നമുക്ക് നോക്കാം ആരായിരിക്കും ആ സ്വേച്ഛാധിപതി. അപ്പോൾ സ്വേച്ഛാധിപതിക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോ എന്നും കൂടി നോക്കണം. ഇനി പുതിയ വൈൽഡ് കാർഡ് എങ്ങനെ വരുന്നതിന് ലാലേട്ടനൊന്ന് പറഞ്ഞതാണോന്നും നമുക്കറിയില്ല. എന്തായാലും ഒരു പുതിയ സ്വേച്ഛാധിപതി അടുത്ത ആഴ്ച വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നാളെ ബാക്കിയുള്ള അപ്ഡേറ്റുമായിട്ട് വരുന്നതായിരിക്കും. ഇന്ന് പുതിയ രാത്രി വല്ല അടി നടന്ന് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.